ഗൈസ്, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ലൈം അവിടെ ഇരിക്കുന്നുണ്ട്. സ്ലൈമിൻ്റെ ഒപ്പം കിട്ടിയതാണ്. അത് കണ്ടോ ഗൈസ്, ഒരു ഗ്ലാസ് പോലെ ഈ സാധനം. ഇതെന്താണെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഇത് ഗ്ലാസ് ആയിരുന്നില്ലേ, സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു പറിക്കാൻ. അതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആരോടോ. അപ്പം പറയുകയാണ് സ്ലൈം ഇങ്ങനെ ഉരുട്ടാൻ യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് ആരോ പറഞ്ഞു. ആരോ ഓർമ്മയില്ല. അപ്പം പറഞ്ഞതിൽ ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ എക്സഗൺ ഷേപ്പാണെന്നറിയില്ല, ഈ ഒരു ഷേപ്പും പിന്നെ ഗൈസ് കാണാണ്ടാവില്ല വിചാരിക്കുന്നത്. കണ്ടോ, ഒരു എക്സഗൺ ഷേപ്പും പിന്നെ അതേ ഒരു ടൈപ്പ് ഫ്ലവർ ഷേപ്പ് ആയിരുന്നു കിട്ടിയത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ പോയി സാധനം, ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. രണ്ട് ചെയിൻസ് ഉണ്ട് എൻ്റെ കൈമ അവിടെ ഇരിക്കുന്നത്. രണ്ട് ചെയിൻസ് കിട്ടി. എന്തിനാ മനസ്സിലായില്ല. ബീഡും ഗ്ലിറ്റർ കയ്യിൽ മൊത്തം ഗ്ലിറ്ററായി. ഞാൻ ഈ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്ന് കളിക്കുന്നത് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ പ്ലേസൊക്കെ ഒന്ന് ക്ലീനാക്കാം. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നു. പിന്നെ ഈ സ്ലൈമിൽ ബബിൾ വന്നാൽ എന്തായാലും നമ്മൾ പൊട്ടിച്ച് കളയണം. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കളയുകയാണ്. സ്ലൈം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കാണാം നമുക്ക്. കണ്ടോ, കൈമേല കൊട്ടി പരിവായിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ താഴേക്ക് വയ്ക്കാം. മെല്ലെ ഉരുട്ടാനേ പാടുള്ളൂ. ഞാൻ ഈ ടിപ്സും ഹാക്സൊക്കെ പറഞ്ഞുതരാം. നിങ്ങളത് അതിനൊക്കെ ഇഷ്ടമുള്ളവരാവും. നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ എന്തായാലും ഈ ക്രാഫ്റ്റൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ക്രിയേറ്റീവ് ആണെങ്കിൽ മാത്രം. ഞാൻ ഭയങ്കര ആസക്തിക്കും ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ കാണിച്ച് തരാം. സ്ലൈം ഇത് ഏത് ടൈപ്പ് സ്ലൈമാണ് വേറെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൺമണി അമ്പോട് കാതലാണ് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. ഇത് വാട്ടറി സ്ലൈമാണ്. വാട്ടറിനെ പോലെ കൈ നനഞ്ഞതുപോലെ തോന്നും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം കൈ നനഞ്ഞ പോലെ നമുക്ക് തോന്നും, പക്ഷേ നനഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പം നല്ല രീതിയിൽ സ്ലൈമിയാണ്. ഞാൻ ക്യാമറേൻ്റെ അടുത്തേക്ക് കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഇത് എവിടെ കൊട്ടും എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് നമ്മളെ ടൈൽസ് മേലൊന്നും ഇട്ടില്ല, അത് ടൈൽസാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ടൈൽസ് മേലൊന്നും ഇട്ടുന്നില്ല. ഇത് ഒന്നുമില്ലെങ്കിൽ ഉരുകും, അല്ലെങ്കിൽ ഉരുകാതെക്കും. അല്ലാതെ കട്ടയായി പിടിക്കുന്നതുകൊണ്ട് ഉരുകാതെ നിൽക്കുന്നതുമുണ്ട്. അപ്പം ഉരുകുന്നതുമുണ്ട് കട്ടയായിട്ടുള്ളതുകൊണ്ട്. എനിക്ക് മാറുകയാണ് ഗൈസ് പറയാൻ. ഇതിൻ്റെ ഉള്ളിൽ സ്പാർക്കിൾസൊക്കെ ഉണ്ട് കേട്ടോ, സ്പാർക്കിൾസൊക്കെ ഉണ്ട്. ഈ സ്ലൈം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 2021 ഞാൻ കുറേ വാശി പിടിച്ചിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ട് കുറേ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം വിൻ ചെയ്യാതെ പോയി. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് എഡിറ്റ് സ്ലൈം വെച്ചിട്ട് കാണിച്ചിട്ടാം. ഒരു കഷ്ണം സ്ലൈം ഞാൻ എടുത്തു. ഇനി ഞാൻ ഫ്ലവർ ഷേപ്പിലുള്ളതാണ് എടുക്കുന്നത്. കണ്ടോളൂ കേട്ടോ ഗൈസ്, ഒട്ടൂല. ഞാനിങ്ങനെ ഉരുട്ടാൻ നോക്കുകയാണ്. ഇത് മറ്റേ ഷേപ്പിലാക്കാനൊക്കെ കഴിയും നമുക്ക്. ഇത് ഫാസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ പോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാനായിട്ടില്ലേ? അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാനായിട്ടില്ലേ? ഇത് ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ആക്കാൻ കഴിയുന്നുണ്ട്. ഇത് സ്പാർക്കിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഇടട്ടെ. കണ്ടോ, കാണുന്നുണ്ടാവില്ല അല്ലേ. കണ്ടോന്നറിയില്ല, പക്ഷേ ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്ലൈമിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം. കാരണം എനിക്ക് ബാറ്ററി ചാർജ് കഴിയാനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതെ, 21 ഉള്ളൂ ചാർജ്.
അപ്പം പെട്ടെന്ന് ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ പറയുകയാണെങ്കിൽ നാളെ അഥവാ നോക്കട്ടെ, അഥവാ മെയ് 10-ന് നിങ്ങൾക്ക് ഞാൻ തരാം, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ട് തരാം. പിന്നെ ഇതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സിൻ്റെ ആ വീഡിയോയിൽ തന്നെ ഞാനിടാം. ഈ വീഡിയോന് അത്ര സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇതിൽ ഇത്തിരി കൊട്ടി പിടിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ, സ്ലൈം ഇനിയുണ്ട്. സ്ലൈം കുറേ ആൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഈ സ്ലൈമിൽ. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഒന്നുമില്ലെങ്കിൽ വാങ്ങി രണ്ടാമത്തെ ദിവസം ഇത് കേടുവരും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേടുവരും. അപ്പം ഞാൻ കുറേ ഇഷ്ടപ്പെട്ടു ഈ സ്ലൈമിനെ. ഫസ്റ്റ് വാങ്ങിയപ്പോൾ ഒരു പേർപ്പിൾ കളറായിരുന്നു. ആ സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, എൻ്റെ ബർത്ത്ഡേ ആ സമയത്തായിരുന്നു. പക്ഷേ ഞാൻ അതിന് അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, യൂട്യൂബർ ചിന്മയി സോബണികേൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. അവളെൻ്റെ യങ്ങർ സിസ്റ്ററാണ് ചിന്മയി സോബണിക. മോട്ടിൻ്റെ വീട്ടിൽ വിളിക്കും. അപ്പം അവൾ അങ്ങനെ വീട്ടിലായി. അമ്മാണ് എനിക്ക് എന്നെ കണ്ണടച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി വാങ്ങിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആ സമയത്ത് റൂമിൽ ഇരിക്കുന്നു. അപ്പം ഇവർ എന്നെ കണ്ണടച്ച് കൊണ്ടുപോയിട്ട് ജാംജൂമിലെത്തി. പക്ഷെ എന്നിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം എവിടെയാണ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ഉള്ള ഒച്ചക്കൊക്കെയാണ്. ഞാൻ വിചാരിച്ച് വല്ല റിസോർട്ടിൽ കൊണ്ടുപോകുക ചിലപ്പോൾ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയം ബിൽ കൗണ്ടറിൽ പൈസ കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എത്രയായി എന്ന് ചോദിച്ചത് കേട്ടു. അപ്പോൾ എനിക്ക് ഇവിടെ എന്തോ വാങ്ങുകയാണെന്ന് മനസ്സിലായി. നമ്മൾ ഹോം നീഡ്സും പിന്നെ ഈ സ്ലൈമൊക്കെ വാങ്ങി, പോപ്കോണൊക്കെ വാങ്ങി വരുന്നു. ക്രാക്കറൊക്കെ വാങ്ങി. അത് വിഷു നൈറ്റല്ലേ. വിഷുവൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ ഹോസ്പിറ്റലിലായതുകൊണ്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഇതാവേണ്ടി വന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സ്ലൈം വെച്ച് ചെയ്യാമെന്ന്. ഇതങ്ങനെ വലിച്ച് നീട്ടും. അപ്പം എല്ലാവരും ചോദിച്ചു എൻ്റെ മുഖം, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പം എൻ്റെ മുഖം എവിടെയാണ്, മുഖം കാണുന്നില്ലല്ലോ, കുറച്ച് വീഡിയോസിലായിട്ടൊന്നും വിചാരിക്കുന്നുണ്ടാവും. അതിൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എനിക്കൊരു 3K കിട്ടാൻ വേണ്ടി. അപ്പം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ടോയ് ഞാൻ അടുത്ത് എവിടെയെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. നമ്പർ ഞാൻ തരാം, അവിടെ നിന്ന് വിളിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ എനിക്ക് 3K എന്നെ എത്തിച്ച് തരണം. മില്യൺ ആയാലും കുഴപ്പമില്ല, എനിക്ക് പ്രേവട്ടമൊന്നും കിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളൊരു 3K എന്തെങ്കിലും ഒന്ന് ഇതാക്കി തന്നാൽ മതി. ഇനി ഇതിലൊന്നും ആക്കാൻ പാടില്ല. എന്താണെന്ന് ചോദിക്കില്ലേ, എണ്ണ എന്ന് പറഞ്ഞ സംഭവം മെഴുക്കെന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും നമ്മൾ ഇതിലാക്കരുത്. ആക്കി എന്താ സംഭവിക്കാന്നല്ലേ ചോദിക്കുന്നത്. ഇതിങ്ങനെ ക്രീം വരില്ലേ, ആ ഒരിത് പോയിട്ട് ഇത് വെള്ളം പോലെയാവും. എണ്ണ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എങ്ങനെയാണ് അതേ രീതിയിലാവും. ഇതിൻ്റെ സ്ഥിതി ഒന്നും കട്ടിയാവാൻ കണ്ടാൽ പോലും ഒരിക്കലും എണ്ണ ചേർക്കരുത്. കട്ടിയാവാൻ തുടങ്ങുന്ന സമയം ഞാൻ കാണിച്ചത് ഇങ്ങനെ ചെയ്യണം. സ്ലൈമിൻ്റെ ഇവിടെ ഒരു നടുഭാഗം എടുത്തിട്ട് ഇത് ഐസായി വിചാരിച്ചോളൂ കേട്ടോ ഗൈസ്. ഇതാണ് ഐസ് എന്ന് വിചാരിക്കുക. ഐസ് എനിക്ക് വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്നിട്ടോ ഇങ്ങനെ ഇവിടെ ഐസ് ഉണ്ട് വിചാരിച്ചാൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് ഇതാക്കി ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ചിലപ്പം നിങ്ങൾ സ്ലൈം ഒന്ന് ജീവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനും ചിന്മയും അഥവാ മോട്ടും കൂടി പരീക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ മേത്ത് നടത്തി. ചിന്മയുടെ കേടുവന്നില്ല. എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ചിന്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മുഖം ഞാൻ നിങ്ങൾക്ക് കാണാം.